നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻകാല ചോദ്യങ്ങളെ മുൻനിർത്തിയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന ഗ്രന്ഥത്തിൽ അവലംബിക്കുന്ന മുഖ്യ സിദ്ധാന്തം ഏത്? കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന ഗ്രന്ഥത്തിൽ അവലംബിക്കുന്ന മുഖ്യ സിദ്ധാന്തം. ഓപ്ഷൻ എ സുസ്യൂറിന്റെ ഘടനാവാദം, ബി ദറീദയുടെ അപനിർമ്മാണ സിദ്ധാന്തം, സി ഭക്തിന്റെ കാർണിവൽ തിയറി, ഡി എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഭക്തിന്റെ കാർണിവൽ തിയറി, മിഖായിൽ ഭക്തിന്റെ കാർണിവൽ തിയറിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാർണിവൽ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന് പറയുന്ന ഗ്രന്ഥം KN ഗണേഷ് രചിച്ചിരിക്കുന്നത്. അതിലെ ഓപ്ഷൻ എ ആയിട്ട് സുസ്യൂറിനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സുസ്യൂർ എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. അതേപോലെ ഓപ്ഷൻ ബിയില് ദറീദയുടെ അപനിർമ്മാണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓഫ് ഗ്രാമറ്റോളജി, റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് എന്നീ രണ്ട് കൃതികള് ദറീദയുടേതാണ്. അടുത്തതായിട്ട് എഡ്വേർഡ് സെയ്ദ് ആണ് ഓറിയന്റലിസം എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. കോളനികളായി മാറ്റപ്പെട്ട രാജ്യങ്ങള് അവരുടെ സാഹിത്യവും സംസ്കാരവും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഓറിയന്റലിസത്തിന്റെ വക്താക്കളാണ് എഡ്വേർഡ് സെയ്ദ്, ഫ്രാൻസ് ഫാനൻ എന്നിവർ. ആദ്യത്തെ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ന്യൂ ക്രിറ്റിസിസം എന്ന കൃതിയുടെ കർത്താവ് ആര്? ജോൺ ക്രോവ് റാൻസം, ഫ്രാൻസ് റോഹ്, ജോയൽ സ്പിൻഗ്രാൻ, CG യുങ് എന്നിവരെയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം ഏതാണ്? ജോൺ ക്രോവ് റാൻസം ആണ് ശരിയായ ഉത്തരം. എന്നാൽ മറ്റ് ഓപ്ഷനിലുള്ള വ്യക്തികളുടെ പ്രത്യേകതകളും കൂടി, അല്ലെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്ന ന്യൂ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ചിന്താ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ജോയൽ സ്പിൻഗ്രാൻ ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. ന്യൂ ക്രിറ്റിസിസം എന്നുള്ള പുസ്തകത്തിന്റെ കർത്താവ് ജോൺ ക്രോവ് റാൻസം, ജോയൽ സ്പിൻഗ്രാൻ ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മാജിക്കൽ റിയലിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ഫ്രാൻസ് റോഹ്. മാജിക്കൽ റിയലിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രാൻസ് റോഹ് ആണ്. ഇനി ഈ ഓപ്ഷനിൽ ബാക്കിയുള്ളത് ഏതാണ്? CG യുങ്. ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിന്റെ വക്താവാണ് CG യുങ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് വ്യക്തി മനസ്സ്, സമൂഹ മനസ്സ് എന്നിങ്ങനെ മനസ്സിന്റെ രണ്ട് തലങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതില് സമൂഹ മനസ്സിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെ. അപ്പം CG യുങ്ങിന്റെ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനത്തില് മലയാളത്തില് ഈ ആദിപ്രരൂപങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തി ഗ്രന്ഥം എഴുതിയത് ഡോക്ടർ M ലീലാവതിയാണ്. CG യുങ്ങിന്റെ ചിന്താ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ ഡോക്ടർ M ലീലാവതി രചിച്ച പുസ്തകമാണ് ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചോദ്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങള് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക, മുൻകാല ചോദ്യങ്ങൾ പരിശീലിക്കുക, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്ന് ആഴത്തിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്ദി.